നമസ്കാരം. മലേഷ്യയിലെ മെലാക്ക എന്ന നഗരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പം ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നൈറ്റ് ലൈഫിന് പറ്റിയ നല്ലൊരു കിടിലൻ സ്ഥലം കൂടിയാണ് ഇത്. ഞങ്ങൾ താമസിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ റൂം ചെക്ക് ഇൻ ചെയ്തു 1 മണിക്കൂർ നേരം റൂമിൽ ഇരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. 1400 രൂപക്കാണ് ഒരു ദിവസത്തേക്കുള്ള ചാർജ് ഞങ്ങൾക്കായത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ഇവിടെ തന്നെ ലിറ്റിൽ ഇന്ത്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗത്തേക്ക് തന്നെയാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ഈ സിറ്റിക്കകത്ത് ഇതുപോലുള്ള ധാരാളം വണ്ടികളുണ്ട്. 2 പേർക്കാണ് അതിൽ യാത്ര ചെയ്യാനായി സാധിക്കുക. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു നഗരം കൂടിയാണ് മെലാക്ക. ഇത് നേരത്തെ കണ്ട ഒരു വണ്ടി കണ്ടില്ലേ, നല്ല രസമാണ് ഇതിലൂടെയൊക്കെ ഈ സമയത്ത് നടക്കാൻ. ഇവിടുത്തെ ഒരു കെട്ടിടങ്ങളുടെ രൂപകൽപ്പന തന്നെ കുറച്ച് വെറൈറ്റിയാണ്. ജോങ്കർ വാക്ക് എന്നൊരു ഭാഗത്തേക്ക് എത്തിയേ. ഇതൊരു ചൈന ടൗൺ ആണ്. രാത്രിയിൽ ആക്റ്റീവ് ആവുന്ന മെലാക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഏരിയ ആണിത്. ഏത് ഭാഗം വഴി വേണമെങ്കിലും നടന്നു പോകാം. ഇവിടെ ഒരു കുതിരയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. ഇതൊരു സ്റ്റേജാണ്. വെൽക്കം ടു ജോങ്കർ വാക്ക്. ഇവിടെ ഒരു ഷോപ്പിന്റെ മുന്നിൽ ഒരു പൂച്ചയുണ്ട്. ദൈവം വരുന്ന ഇവിടെ നോക്കടാ, വരുന്ന. മലേഷ്യയിലെ വീക്കെൻഡുകളില്ലേ, അതായത് അവധി ദിവസങ്ങൾ പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ദിവസമാണ്. ഇപ്പൊ കോലാലംപൂരിലൊക്കെ ആണെങ്കിൽ ഞായറാഴ്ചയൊക്കെയാണ് വീക്കെൻഡ് ആയിട്ട് വരുന്നത്. മേലാക്കാല് വ്യത്യസ്ത ദിവസമാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ പോയ പെനാങ്ങൊക്കെ ഇല്ലേ, അവിടെയും വേറെ ദിവസമായിട്ടാണ് വരുന്നത്. മെലാക്ക റിവറാണ് ഈ കാണുന്നത്. ഇതിന്റെ ഈ ഭാഗം വഴിയൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. രാത്രിയിൽ ഇതുവഴി ക്രൂയിസ് ഒക്കെ വരും. പറ്റുവാണെങ്കിൽ നമുക്ക് അതൊക്കെ കാണാം. പെട്ടെന്ന് നോക്കിയ സമയത്ത് നമ്മുടെ ഒരു ആലപ്പുഴയുടെ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പിന്നെ ഇതിന്റെ തീരത്ത് തന്നെ ചെറിയ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. ശരിക്കും അടിപൊളി തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതുവഴിയാണ് നടക്കുന്നത്. അതായത് ഇതിന്റെ തീരം വഴി അങ്ങ് നടന്നു പോകും. പിന്നെ അങ്ങ് ദൂരത്തായി ഒരു പള്ളിയൊക്കെ കാണാം. ഇങ്ങനെ ഇതിലൂടെ നടക്കാനായാലും നല്ല വഴികളാണ്. ഇവിടെയൊക്കെ രാത്രിക്ക് ലേറ്റ് വരുന്നതാണ്. വെൽക്കം ടു മലാക്ക, വേൾഡ് ഹെറിറ്റേജ് സിറ്റി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വലിയൊരു എഴുത്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ തീരത്ത് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊന്നും ഇപ്പോൾ ആക്റ്റീവായിട്ടില്ല. നൈറ്റ് തന്നെയാണ് ആക്റ്റീവ് ആവുക. മെലാക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെയാണ് പ്രധാനമായിട്ട് വരാനുള്ളത്. ഇവിടെ തന്നെ ബിയർ ഷോപ്പുകളുണ്ട് കേട്ടോ. കുപ്പികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ബോട്ടൊക്കെ കാണാം. നമ്മളിങ്ങനെ ഇതുവഴി നടന്നു പോകുമ്പോൾ ആൾക്കാരിങ്ങനെ വിളിക്കും. അതായത് ഇവിടെ കൂടുതലും ബിയറൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കാരണം നല്ല വൈബല്ലേ. ഇത് കുടിക്കുന്നത് നേരെ ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ. ഈ ഭാഗത്ത് ഒരുപാട് ആർട്ടുകളാണ്. ഇവിടെ ഈ ഒരു ചുമരിൻ്റെ ഭാഗത്ത് മുഴുവൻ കാണാം. അതായത് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ഏരിയ. പിന്നെ ഇവിടുത്തെ ഈ ഒരു നിറവും കൂടെ ഇതിന് കറക്റ്റ് മാച്ചാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. മെലാക്ക നഗരത്തിലെ റെഡ് സ്ക്വയർ ആണ് ഇത്. ഇവിടെ തന്നെയാണ് ക്ലോക്ക് ടവർ ഉള്ളത്. നേരത്തെ കാണിച്ച വണ്ടികളില്ലേ, അതിവിടെ ഒരുപാടുണ്ട്. ഇതിൽ ഞങ്ങൾ കയറാത്തതിൻ്റെ കാരണം ഇതിൽ നല്ല പാട്ടാണ് വെക്കുന്നത്. പാട്ട് വെച്ചാൽ പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണിത്. ഇവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട്. കരിക്കൊക്കെ കിട്ടും ഇവിടുന്ന്. ഇത് കോക്കനട്ട് വാട്ടറാണ്. അതിന് 5 റിങ്കറ്റ്. മാംഗോ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കട്ട് ഫ്രൂട്ട്സ് ഒന്നല്ല. കട്ട് ഫ്രൂട്ട്സ് ഒന്നല്ല, ഇത് വേറെ എന്തൊക്കെയാ. ഒരു ജെല്ലി പോലെയുള്ള ഒരു ഐറ്റം അല്ലേ ഇതാ? ഇതുകൊണ്ടൊരു ജെല്ലി ഐറ്റംസ് തന്നെയാ.
മെലാക്കയിലെ ക്രിസ് ചർച്ചാണ് ഈ മുന്നിലായിട്ടുള്ളത്. 1753 ഈ പള്ളി ഇവിടെ വന്നത്. ചർച്ച് ഇവിടെയാണ്. ഇതിന്റെ ഭാഗത്ത് തന്നെ മെലാക്ക ആർട്ട് ഗാലറി കൂടെ കാണാം. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ കളറൊക്കെ ചുവപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് റെഡ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഓരോരോ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഓരോരോ ഹോട്ടലിന്റെ ബസ്സുകളാണ്. ഇതൊരു നല്ല കിട്ടില ഏരിയ ആണ് കേട്ടോ. കാരണം എല്ലാ കെട്ടിടങ്ങൾക്കും ഒരേ നിറം തന്നെയാണല്ലോ. പിന്നെ ആ ഒരു കെട്ടിടത്തിന്റെ രൂപകൽപ്പനയും കുറച്ച് വെറൈറ്റിയാ. ഇത് കണ്ടില്ലേ, ഇതാ ഈ ഒരു രീതിയിലാണ് ഇവിടത്തെ കെട്ടിടങ്ങളുടെ നിർമ്മിതി. ഇവിടെ മറ്റൊരു പള്ളി കാണാം, ചർച്ച് ഓഫ് സെന്റ് ഫ്രാൻസിസ് സേവിയർ. ഇത് 1849 ഇവിടെ വന്നത്. അതായത് 2 പള്ളികളും അടുത്തടുത്ത് തന്നെയാണ്. രണ്ടിനും അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. അതായത് ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകുന്ന ആ വഴിക്ക് തന്നെയാണ്. ഇവിടെ ഇതാ വലിയൊരു ആർട്ട് കാണാം. അതിൻ്റെ ഇവിടെ തന്നെ വെൽക്കം ടു മെലാക്ക വേൾഡ് ഹെറിറ്റേജ് സിറ്റി. ഇവര് ചൈനയിൽ നിന്ന് വന്നവരാണെന്നാണ് തോന്നുന്നത്. ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ. ഒരു ബോട്ട് പോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഇതിലൂടെ പൈസ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ശരിക്കും നല്ലൊരു സംഭവമാണ് കേട്ടോ. മുഴുവനൊന്ന് റൗണ്ട് അടിച്ച് വരാമല്ലോ. നമ്മൾ നേരത്തെ നടന്നു വന്ന ഒരു ഭാഗം തന്നെയാണിത്. മലാക്ക എന്ന് പറയുന്നത് മലേഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ടൂറിസത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു നഗരം കൂടിയാണ് ഈ ഒരു മലാക്ക എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മൾ മലാക്ക എന്ന് പറയാം, അല്ലെങ്കിൽ മെലാക്ക, എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ ഇവിടെ പൊതുവെ പ്രൊണൗൺസിയേഷൻ മെലാക്ക എന്ന് തന്നെയാണ്. കൂടാതെ തന്നെ ഉണ്ടല്ലോ ബ്രിട്ടീഷുകാർ, അതുപോലെ തന്നെ ഡച്ചുകാരൊക്കെ ഭരിച്ചൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെ തന്നെ ഒരുപാട് ഡച്ചുകാരുടെ പഴയ ഗവർണറും അവരുടെ ഗവർണർക്ക് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കൂടാതെ തന്നെ ഇവിടെ തന്നെ പോർച്ചുഗീസുകാരുടെ ഒരു കോട്ട കൂടിയുണ്ട്. മലേഷ്യയിലെത്തി കോലാലംപൂരിലെയും ജോർജ് ടൗണിലെയും ലിറ്റിൽ ഇന്ത്യ കണ്ടതിന് ശേഷം വീണ്ടും ഇതാ ഒരു ലിറ്റിൽ ഇന്ത്യ കൂടി ഇങ്ങിവിടെ മെലാക്കയിൽ. ഇനിയിപ്പോൾ ഈ ഭാഗം മുഴുവനും ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകളൊക്കെയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. ഇവിടത്തേക്ക് നമുക്ക് അവസാനം പോവാം. ആദ്യം ഈ ഒരു ഭാഗത്തേക്ക് പോവാം. ഇവിടെ തന്നെ ഹരി ഓം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റൊക്കെ കാണാം. ചെട്ടിനാട് റെസ്റ്റോറൻറ്റ്, അതായത് ഒരു തമിഴ്നാട് ശൈലിയിലുള്ള വിഭവങ്ങളാണ് അവിടെ കിട്ടുക. പിന്നെ ഇവിടെ ഒരുപാട് പ്രാവൻകൂട്ടങ്ങൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. ഇവിടെ തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. അവറ്റകൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഇതാ ഇവിടെ തന്നെ കിട്ടും. നല്ലൊരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ നമുക്കിതാ ഇങ്ങോട്ട് പോവാം. ഇവിടെ ചെറിയ ചെറിയ കടകളാണേ. ഇവിടെ മുഴുവനും തമിഴ് തന്നെയാണ്. അതായത് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കടകൾ തന്നെയാണ് കൂടുതലും. പിന്നെ ഇവിടെ സ്ഥിരതാമസാക്കിയ ആൾക്കാരുടെയും കടകളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് ശരവണ. അതായത് ഞങ്ങളിവിടെ എത്തി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്നായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഞങ്ങൾ മീൽസാണ് കഴിച്ചത്. ചിക്കനൊക്കെ കൂട്ടി ഒരു 1.5 പിടുത്തം പിടിച്ചു. ഇവിടെ നിന്ന് തന്നെ ഇനിയിപ്പം നൈറ്റും നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരാം. ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു, അതാണ്. എല്ലായിടത്തും തമിഴ് പാട്ടുകളാണ്. പിന്നെ ഇവിടെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. ഈ ലിറ്റിൽ ഇന്ത്യൻ്റെ ഭാഗത്തൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. സുഖമായിട്ട് നടക്കാനുള്ള വഴി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു രാജി സിൽക്ക് പാലസ്, ഒരുപാട് ടെക്സ്റ്റൈൽസുകളും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ തന്നെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. ലിറ്റിൽ ഇന്ത്യയുള്ള ഈ ഭാഗത്തിനെ മലയ് ഭാഷയിൽ ജലാൻ ബണ്ടാഹാര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ കൂടുതലും സിൽക്ക് സാരികളൊക്കെ വെക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഇന്ത്യയുടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടുതലും, അതായത്
തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ പോയാലും അവിടെ തമിഴ് സംസാരിക്കും, ഇവിടെ മലേഷ്യയിലാണെങ്കിലും സംസാരിക്കും, പിന്നെ ഗൾഫ് കൺട്രീസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഹിന്ദിയൊക്കെ സംസാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തമിഴ് ഭാഷയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യമാണ് ഉള്ളത്. വളരെയധികം പഴക്കം ചെന്ന ഒരു ലാംഗ്വേജ് കൂടിയാണല്ലോ തമിഴ്. ഇവിടെ കൂടുതൽ റെസ്റ്റോറൻറ്റുകളാണ്. സെൽവം റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ വിസ സെൻറ്റർ അതിതാ ഇവിടെയാണ്. ഒരുപാട് ബോർഡുകളൊക്കെ കാണാം, തമിഴ് ബോർഡുകളൊക്കെ കാണാം. ഇതിൻ്റെ അകംവഴി നടക്കാം. കൂടുതലും കണ്ടത് റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ്. റെസ്റ്റോറൻറ്റ് എന്നല്ല ഇവിടെ എഴുതല്, റെസ്റ്റോറൻ്റ് എന്നാണ്. റെസ്റ്റോറൻറ്റ് കരിക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, ഒരു ഡച്ച് ഫോർട്ടാണത്. അത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് നടക്കാം. ഇപ്പം 6:15 ഉള്ളൂ. 7:40 സൺസെറ്റ്. ഒരുപാട് സമയമുണ്ട് ഇനിയിപ്പോൾ പകലിൽ. ഈ രാത്രിക്ക് നമ്മുടെ ആ ഒരു റിവറില്ലേ, അതിലൂടെ ആ ഒരു ഫെറിയൊക്കെ പോകുന്നത് കാണാൻ പരമാവധി ശ്രമിക്കണം. പിന്നെ ഒരുപാട് ഭാഗത്ത് മസാജ് സെൻ്ററൊക്കെ ഉണ്ട്. എല്ലായിടത്തും തായ് മസാജ് സെൻ്ററാണ്. ഞങ്ങൾ നേരത്തെ നടന്നു പോയ വഴി തന്നെയാണ് ഇത്. ആ ഒരു റെഡ് സ്ക്വയർ ഇല്ലേ, അത് തന്നെയാണ്. ഇനിയിപ്പം 6 മണി കഴിഞ്ഞല്ലോ, ഇതിലൂടെ ഇനിയിപ്പോൾ വണ്ടിയൊന്നും പോവില്ല, ബ്ലോക്കാക്കി. ഇനിയിപ്പം നമുക്ക് സുഖമായിട്ട് നടന്നു പോവാം. ശരിക്കും എന്ത് നല്ല ഒരു രീതിയല്ലേ? നല്ല രീതി തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവര് നൈറ്റ് ആ ഒരു ഇതിനു വേണ്ടി, വൈബിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇനിയിപ്പോൾ സുഖമായിട്ട് നടക്കാമല്ലോ. പണ്ട് പോർച്ചുഗീസുകാർ പണിത ഒരു കോട്ടയുടെ അവശേഷിപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം നടന്നെത്തി ഇവിടെ. ഫാമോസ എന്നാണ് ഈ ഒരു കോട്ടയുടെ പേര്. 1512 പോർച്ചുഗീസുകാർ ഈ ഒരു കോട്ട ഇവിടെ പണിതത്. 2 തവണയാണ് ഈ ഒരു കോട്ട ഇവിടുന്ന് നശിപ്പിച്ചത്. 1641 മലാക്ക യുദ്ധത്തിൽ ഡച്ചുകാർ ഈ ഒരു കോട്ട പിടിച്ചെടുത്ത് ഇത് നശിപ്പിച്ചു. അതിനുശേഷം 1811 ബ്രിട്ടീഷുകാരും ഈ കോട്ട പിടിച്ചെടുത്തതിന് ശേഷം ഒരുപാട് രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെ വരുത്തി വെച്ചത്. ഇപ്പോൾ കോട്ടയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുവഴി അങ്ങ് കയറി പോകണം. ഈ താഴെ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഒരു പകുതി ഭാഗം വരെ എത്തുമ്പോഴത്തേക്കും ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കണ്ട അടിപൊളിയാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ഏറ്റവും മുകളിൽ കയറിയേ ഇവിടുന്ന് ഇതാ നഗരത്തിൻ്റെ നല്ലൊരു കാഴ്ച കാണാം. ഇങ്ങിവിടെയായിട്ട് ഒരു ടവറുണ്ട്. ടേമിംഗ് സാരി ടവർ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ ടിക്കറ്റിൻ്റെ നിരക്ക് പറയുകയാണെങ്കിൽ 2 രീതിയിലാണുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വേറൊരു ചാർജും, 6 മണിക്ക് ശേഷം മറ്റൊരു ചാർജും. കാരണം പകലും നൈറ്റും ഉണ്ടല്ലോ. പിന്നെ അങ്ങ് ദൂരെ ആ കടൽ വഴി ഇതാ ഒരു വലിയൊരു കപ്പൽ പോകുന്നത് കാണാം. അതെനിക്ക് തോന്നുന്നത് അവിടെ നിർത്തിയിട്ടുണ്ടെന്നാണ്, മൂവ് ചെയ്യുന്നില്ല. അത് വലിയൊരു കപ്പൽ തന്നെയാണ്. ഒരുപാട് കെട്ടിടങ്ങളും ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗമൊക്കെ ഇവിടെ നിന്ന് കാണാം. ഇപ്പോൾ 7 മണിയായതേലും ഇനി ഒരു 40 മിനിറ്റും കൂടി ഉണ്ട് സൺസെറ്റിന്. പിന്നെ അങ്ങ് ദൂരെയായി മലാക്ക റിവർ കൂടെ ഒഴുകുന്നത് കാണാം. ഇനി കോട്ടയുടെ അകത്തേക്ക് കയറാം. ഇതിലൂടെ കയറാനൊരു വഴിയുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഇവിടെ വരേണ്ടത്, കാരണം വെയിലില്ല, സുഖമായിട്ട് നടക്കാം. ഇതൊക്കെയാണ് ആ ഒരു തകർത്ത ഭാഗങ്ങൾ. ഇവിടെ ഇപ്പം ആകെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയല്ലോ. ഇനി ഇരുട്ടായതിനു ശേഷം മാത്രമേ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുത്തെ രാത്രി കാഴ്ചകളാണല്ലോ കാണേണ്ടത്. മലേഷ്യയിൽ നിന്നുള്ള സൺസെറ്റ്. അങ്ങനെ ഇതാ സൂര്യൻ അസ്തമിക്കുകയാണ്. ഫോർട്ടിൻ്റെ അവിടെ നിന്ന് താഴെ ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെയാണ് മലാക്ക മലായ് സുൽത്താനേറ്റ് പാലസ് ഉള്ളത്. പാലസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. ഇതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം. പാലസിന്റെ മുന്നിൽ തന്നെ ഒരു വിന്റേജ് വണ്ടികളുടെ ചെറിയൊരു കളക്ഷൻ ഉണ്ട്. ഇവിടെ 2 മിലിറ്ററി വണ്ടികൾ കൂടി ഉണ്ട്. രാത്രിയിൽ ഇതാ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഈ വണ്ടികൾ വരികയാണ്.
ഇപ്പം പാട്ടില്ല കേട്ടാ, ഡേറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നുവേ. ഇനിയിപ്പോൾ രാത്രിക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാം. 7:40 ഇപ്പോൾ. ഇവിടെയും ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഞങ്ങളിവിടെ ഒരു ശരവണ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി. അതിതേ ഇവിടെയാണ്. നേരെ കയറിയേക്കാം. മലേഷ്യയിലെത്തിയിട്ട് പൊറോട്ട കഴിക്കുന്നു. പൊറോട്ട വന്നിട്ടുണ്ട്, ഒണിയൻ ദോശ വന്നിട്ടുണ്ട്, ചിക്കൻ വറവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാവാൻ ഒരു 10 മിനിറ്റ് എടുക്കും. ഞങ്ങൾ ഓർഡർ ചെയ്ത ഓണിയൻ ദോശ വന്നു. അതോടൊപ്പം തന്നെ മലേഷ്യയിലെത്തിയിട്ട് ആദ്യമായിട്ടാണ് പൊറോട്ട കഴിക്കുന്നത്. നല്ല ചൂട് പൊറോട്ട, 2 ടൈപ്പിലുള്ള ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഇത് ചിക്കൻ വറവാണ്. കുറച്ച് പീസുകളും പിന്നെ കുറച്ച് മസാലയാണ് ഇതിൻ്റെ അകത്ത്. ഇത്രയും കഴിച്ച ഭക്ഷണത്തിന് 23.60 റിങ്കറ്റാണ് ആയത്. നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് അത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 550 രൂപേൻ്റെ അടുത്ത് വരും. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 50 വയസ്സ് 60 വയസ്സ് തോന്നിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. ഞങ്ങൾ മലയാളമൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞങ്ങളോട് വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് അദ്ദേഹം വരുന്ന സമയത്ത് ഇന്ത്യക്കാരനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തമിഴ്നാട് സ്വദേശി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യക്കാരനല്ല, മലേഷ്യൻ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഫാദർ നമ്മുടെ തമിഴ്നാട് സ്വദേശികളായിരുന്നു. അവർ ആ സമയത്ത് തന്നെ, അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടത്തേക്ക് വന്നു, പിന്നെ ഇവിടെ സെറ്റിലായി. അപ്പോൾ ഇദ്ദേഹമൊന്നും ഇതുവരെ ഇന്ത്യയിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ഒരു കുറച്ച് സൗഹൃദമൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുകയുണ്ടായി. ഇനി മെലാക്കയിലെ നൈറ്റ് ലൈഫിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇതാ ഇവിടെ മുതൽ തന്നെ ഈ ഒരു നൈറ്റിൻ്റെ വ്യൂ നോക്കിക്കോ. ഒരുപാട് കടകൾ ഇപ്പോഴാണ് ആക്റ്റീവായി വന്നത്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഇവിടെ തന്നെ പാട്ടൊക്കെ പാടുന്നതാണോ. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് നടന്നു പോകുമ്പോൾ കാണാനായി സാധിക്കും. നേരത്തെ ഇവിടെ ടേബിളൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ടേബിളൊക്കെ ആയിട്ട് ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ടൊക്കെ ആയി. പിന്നെ ഇവിടെയൊക്കെ ഇതാ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ഈ രാത്രിയിൽ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഈ മുന്നിൽ കാണുന്ന ഈ വണ്ടിയില്ലേ, ഇതിന് 10 റിങ്കറ്റാണ് ഇവര് വാങ്ങിക്കുക. രാത്രിക്ക് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയ ഒരു ലുക്ക് അടിപൊളിയല്ലേ. ആൾക്കാരിങ്ങനെ എല്ലാരും വിളിക്കുവാണ്. ഞങ്ങൾ നേരത്തെ നടന്നു വന്ന വഴി തന്നെയാണിത്, പക്ഷേ നേരത്തെക്കാളും അടിപൊളി ഇപ്പൊ തന്നെയാണ്. മെലാക്ക നദിയുടെ ആ ഒരു കാഴ്ച അടിപൊളിയല്ല. ഈ ഒരു ഭാഗത്ത്, അതായത് അവിടേക്കാണ് ഒരുപാട് കോഫി ഷോപ്പുകളും ചെറിയ ബാറുകളും അതൊക്കെ ഉള്ളത്. ഇത് ആ ഭാഗത്തും കാണാം. നൈറ്റ് ലൈഫിന് വേണ്ടി മാത്രം പ്രത്യേകം മാറുന്നൊരു നഗരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. നമ്മൾ നേരത്തെ ആദ്യം വന്ന ഒരു ചൈന ടൗൺ ഇല്ലേ, അത് ആ ഭാഗത്തേക്കാണ്. ഇത് ശരിക്കും ഒരു സൈക്കിളാണ്. ഇതിൻ്റെ ആ ചവിട്ടുന്നൊക്കെ ഭാഗം ഇവിടെയാണ്. അതായത് ഒരു സൈഡിലാണ് ആൾക്കാർ ഇരിക്കുക, എന്നിട്ട് ഈ ഭാഗത്താണ് സൈക്കിളിൻ്റെ അവർ ഓടിക്കുന്നവരിയ്ക്കുക. വെൽക്കം ടു മെലാക്ക ജോങ്കർ വാക്ക്. ചൈന ടൗണിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. 2 ഐസ്ക്രീം വാങ്ങിച്ചേ, ഒരെണ്ണത്തിന് 6 റിങ്കറ്റാണ് ആയത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണിത്. ദുരിയൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മുള്ള് പോലെയാണ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുക. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി പറയാം. ഈ ദുരിയ എന്ന് പറഞ്ഞ പഴം നമ്മൾ പുറമേ നിന്ന് കാണുന്ന സമയത്ത് ചെറിയൊരു ചക്കേൻ്റെ മാതൃകയിലല്ലേ. അതായത് ഈ ഒരു മലേഷ്യയിലത്തെ ഒട്ടുമിക്ക സ്ഥലത്തും ദുരിയാൻ കിട്ടും കേട്ടോ. നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇത് ഇന്തോനേഷ്യയിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ എന്ന് വെച്ചാൽ മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഇത് തുറന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിക്കുമല്ലോ, ഇതിനൊരു രൂക്ഷമായ ഗന്ധമുണ്ട്. അത് ചിലർക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ട ആ ഒരു ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റിലെ ഫുഡാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇതുവരെ അത് ട്രൈ ചെയ്തില്ല ആ ഒരു ഫ്രൂട്ട്. പിന്നെ കൂടാതെ തന്നെ
ഈ മലേഷ്യയിൽ പല സ്ഥലങ്ങളിലും ഇത് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ പിനാങ് പോയിട്ടുണ്ടായ സമയത്ത് ജോർജ് ടൗണിൽ നിന്ന് രാവിലെ പിനാങ് ഹില്ലിലേക്ക് ഒരു ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോയില്ലേ, ആ ബസ്സിൽ കയറുന്ന വഴി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയുക, ദുരിയാൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ദുരിയാൻ കൊണ്ടോ അതിനകത്തോട്ട് കയറാൻ പാടില്ല. അതുപോലെ തന്നെ പല ഹോട്ടലുകളിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ ഒരു ബോട്ട് ഇതിലൂടെ പോകുന്നത് കാണാം. രാത്രിയിൽ ഈ ബോട്ട് പോകുന്ന ഒരു കാഴ്ചയില്ലേ, അടിപൊളിയാ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സമീപ പ്രദേശത്തെ ഒരു കാഴ്ച കൂടെ നോക്കിയേ, ആ മരത്തിന്റെ ആ ഭാഗത്തായാലും അടിപൊളി തന്നെയാണല്ലേ. അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ ദുരിയാന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ചിലർക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ തോന്നിയേക്കാം കേട്ടോ. ഇന്നൊരു വ്യാഴാഴ്ചയാണ്, അതുകൊണ്ടാണ് പല ഭാഗവും ആക്റ്റീവ് അല്ലാത്തത്. പിന്നെ ഇവിടെ തന്നെ ഇതാ ഇങ്ങനെയുള്ള ചെറിയ ഭാഗത്ത് പാട്ടൊക്കെ പാടുന്നത് കാണാം. ഈ സ്ട്രീറ്റിൽ ഇപ്പോൾ കൂടുതലും ബാറുകളൊക്കെയാണ് ആക്റ്റീവായിട്ടുള്ളത്. ഇവിടെ കാണുന്നതൊക്കെ ബാറുകളാണ്. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഇതുവഴിയാണ്. മുകൾ ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ കണ്ടില്ലേ. ഒരു സ്ട്രീറ്റിനെ കുറച്ചും കൂടെ ഒരു മനോഹാരിതയാക്കുന്നത് ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ തന്നെയാണ്. നേരത്തെ കണ്ട ആ ഒരു തിരക്കുള്ള ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ നടന്നു. ഇത് ഇവിടുത്തെ കാഴ്ചയൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഓപ്പൺ അല്ല, എല്ലാം ക്ലോസ് ആണ്. ഇതാണ് ഈ ഒരു മെലാക്ക നഗരത്തിൻ്റെ ഒരുപാട് ഭാഗത്തെ പല പല കാഴ്ചകൾ. ഒരു ഭാഗം നല്ല ആക്റ്റീവാണ്. ഇവിടെയൊക്കെ തന്നെ ഇതാ നടന്നു പോകാനിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണേ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 650 മീറ്ററും കൂടി ഉണ്ട്. ഇവിടുത്തെ ഒരു ഫ്യൂൾ സ്റ്റേഷനാണിത്. ഞങ്ങൾ ഇവിടുത്തെ മാർട്ടിലേക്കൊന്ന് വരികയാണ്. ഇവിടെ എല്ലാ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മാർട്ടുണ്ട്, വെള്ളം വാങ്ങിക്കാം. കോലാലംപൂരിന് താഴെ ജോഹർ ബഹ്റു എന്നൊരു സ്ഥലം കാണുന്നില്ലേ, അത് JB, അതായത് സിംഗപ്പൂർ ബോർഡറാണ്. ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ നേരെ പോകുന്നത് JBയിലേക്ക് തന്നെയാണ്. കാരണം JB പോയി കഴിഞ്ഞാൽ നമുക്ക് സിംഗപ്പൂർ അത്ര അടുത്തായിട്ട് കാണാം. ഇനിയിപ്പോൾ അങ്ങാ ഭാഗത്താണ് ഞങ്ങളുടെ ഹോട്ടൽ. മെലാക്ക നഗരത്തിൻ്റെ ആ ഒരു തിരക്കിൽ നിന്നും ഒരുപാട് മാറിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടൽ. അങ്ങനെ ഇതാ നടന്നെത്തി. വൈകുന്നേരം 4 മണിക്കാണ് നഗരത്തിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പൊ രാത്രി 9:45. അതുപോലെ തന്നെ മലാക്കന്റെ കാര്യം പറയുകയാണെങ്കിൽ പകലാലും ശരി രാത്രിയാലും ശരി അത്യാവശ്യം മദ്യമൊക്കെ കഴിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. കാരണം ചില ആ ഒരു വൈബിന് ഇണങ്ങിയ സ്ഥലം കൂടിയാണ്. മദ്യപിക്കുക, അതുപോലെ തന്നെ എന്താ പറയാ, നല്ല രീതിയിലുള്ള ഫുഡ്, പല തരത്തിലുള്ള റെസ്റ്റോറന്റുകൾ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഈ ഒരു തെരുവുകളിലൂടെ നടക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നൈറ്റ് ലൈഫൊക്കെ അടിപൊളി തന്നെയാണ്. മനു പറഞ്ഞ പോലെ ഈ ഒരു ഡേയുടെ വിഷയം മാത്രമാണ്. ഞങ്ങൾ എവിടെയും ഉണ്ടല്ലോ ഒരു പോലീസിനെ പോലെ നമ്മളെ ഒരു നൈറ്റ് പട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ അധികം സമയമായിട്ടില്ല എങ്കിൽ കൂടി ഞങ്ങൾ മലേഷ്യയിൽ ഇപ്പം കോലാലംപൂർ പോകുന്ന വഴിയായാലും ജോർജ് ടൗണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ ആ ഒരു പ്രശ്നമില്ല. നൈറ്റിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങി നടക്കാം. പറഞ്ഞു വന്നത് ഇത് ടൂറിസ്റ്റിന് മാത്രമുള്ള സ്ഥലമാണ്. ഇവിടെ വേറെ ഒരു അതിക്രമങ്ങളോ എനിക്ക് അങ്ങനെ തന്നെയാ ഫീൽ ചെയ്തത്. ഞങ്ങൾക്ക് ഇപ്പം ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ഇത്രയും ദിവസങ്ങളായിട്ട് മലേഷ്യ ഒരു മോശം അനുഭവം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെന്താ പറയാ, മലക്കയിലേക്കൊക്കെ വരുവാണെങ്കിൽ അതായത് എന്താ പറയാ ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലത്തേക്ക് വരുന്ന രീതിയിൽ എടുത്ത് വരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും. ഇനിയിപ്പം ഞങ്ങൾ അടുത്തൊരു രാജ്യത്തിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. നേരത്തെ തന്നെ പറഞ്ഞല്ല, സിംഗപ്പൂര്. അപ്പൊ അതിന്റെയൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.